ബോധം വന്ന ഇവൻ വിശന്നതോടെ ഒരു ചുവന്ന ആപ്പിള് തിന്നു. ഉടൻ തന്നെ തല ചുറ്റി തലയിൽ രണ്ടു വലിയ കൊമ്പുകൾ മുളച്ചു വന്നു. എത്ര ശ്രമിച്ചിട്ടും അത് പൊട്ടിക്കാനായില്ല. പിന്നീട് അബദ്ധത്തിൽ ഒരു പച്ച ആപ്പിള് തിന്നതും കൊമ്പുകൾ കൊഴിഞ്ഞു വീണു. സൂത്രം മനസ്സിലാക്കിയതോടെ ഒരുപാട് പച്ച ആപ്പിളുകൾ പൊട്ടിച്ച് കൊട്ടയിലാക്കി. അവൻ പഴം വിൽക്കുന്നവന്റെ വേഷം ധരിച്ച് കൊട്ടാരത്തിലെത്തി. അവിടെ ഒരു അമ്മച്ചി ആപ്പിള് തിന്നതും അവൻ പഴം വിൽക്കുന്നവന്റെ വേഷം ധരിച്ച് കൊട്ടാരത്തിലെത്തി. അവിടെ ഒരു അമ്മച്ചി ഈ ആപ്പിള് കണ്ടതും അതെടുത്ത് തിന്ന് ചെറുപ്പമായി മാറി. അത്ഭുതപ്പെട്ട അമ്മച്ചി ഓടിപ്പോയി രാജകുമാരിയോട് ഈ കാര്യം പറഞ്ഞു. രാജകുമാരി ഇത് കേട്ട് ഉടൻ ആ പഴക്കാരന്റെ മുഴുവൻ ആപ്പിളുകളും വാങ്ങി മൂക്കുമുട്ട തിന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അവളുടെ തലയിൽ രണ്ട് വലിയ കൊമ്പുകളും മുളച്ചു. ഇത് കണ്ട അമ്മച്ചി പോലും പേടിച്ചു ബോധം കെട്ടു. രാജാവ് രാജ്യത്തെ എല്ലാ വൈദ്യന്മാരെയും വിളിച്ചു വരുത്തിയെങ്കിലും ആർക്കും ഇതിന്റെ ABCD പോലും അറിയില്ല. അപ്പോഴാണ് ആ പട്ടാളക്കാരൻ വൈദ്യന്റെ വേഷത്തിൽ കൊട്ടാരത്തിലെത്തിയത്. രാജകുമാരിയെ പരിശോധിക്കുന്നത് പോലെ അഭിനയിച്ച് മുമ്പ് അവള് കട്ട മാന്ത്രിക ചീട്ട് കെട്ടി തിരികെ എടുത്തു. എന്നിട്ട് ഒരു പച്ച ആപ്പിൾ രാജകുമാരിക്ക് കൊടുത്തു. അത് തിന്നതും കൊമ്പുകൾ ഉടൻ കൊഴിഞ്ഞു വീണു. സന്തോഷത്തിൽ അവൾ ബാക്കിയുണ്ടായിരുന്ന പച്ച ആപ്പിളുകളും തിന്നു. അതോടെ അവൾ പഴയ രൂപത്തിലായി. ഇത് കണ്ട് അവൻ മുഖം മൂടി മാറ്റി യഥാർത്ഥ രൂപം കാണിച്ചു. അതോടെ അവളുടെ കിളി പോയി ബോധം കെട്ടു വീണു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.